ഹലോ, നമ്മുടെ മഴതോരും മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗംഗാധരൻ വന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരുവിധം തീരുമാനങ്ങളൊക്കെ എടുത്ത് അനിയന്മാർക്കാണെങ്കിലും അതിൻ്റേതായ രീതിയിൽ ഉപദേശങ്ങളൊക്കെ കൊടുക്കണു. അതുപോലെ രോഹിത്തിനും ബബിതയ്ക്കും നിങ്ങളുടെ അച്ഛനും അമ്മ, നിങ്ങളിവിടെ കഴിയേണ്ടവരല്ല, നിങ്ങളുടെ അച്ഛനും അമ്മയും ആ ബന്ധം ഉറപ്പിച്ച് നിർത്തുന്നതിൽ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള പങ്കുകളുണ്ട്. അല്ലാണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് മാറിയും തിരിഞ്ഞും വാശി അച്ഛനോട് കാണിച്ചിട്ടൊന്നും മാറി നിന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗംഗാധരൻ തിരിച്ച് നീലഗിരിക്ക് പോവാണ്. അങ്ങനെ പൂനെ പോയി വൈഫിനെയും കൂടെ കൂട്ടിയിട്ട് വേണം പിന്നെ നീലഗിരിക്ക് ഗംഗാധരന് പോകേണ്ടത്. അങ്ങനെ ഗംഗാധരൻ യാത്ര പറയുന്ന സീനാണ് തുടക്കം കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ശിവശങ്കരനോടും അതുപോലെ തന്നെ രാജീവിൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങണം. എന്നിട്ട് അവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ പറയുന്നുണ്ട്. അതായത് നമുക്കറിയില്ല ഇതെന്തായി തീരും, അത് മൂന്നൂർക്കും അറിയാം. കാരണം വൈജയന്തിയുടെ വാശി, ഈഗോ, അത് ഒരിക്കലും ഒരു പോസിറ്റീവായിട്ട് വന്നെത്തും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കില്ല. കാരണം വൈജയുടെ ലൈഫ് എന്തായാലും അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് താൻ പിടിക്കണ കൊമ്പ് താണെങ്കിൽ അത് ജയിക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡാണ് വൈജയന്തിക്ക് അല്ലേ. അപ്പോൾ അത് അവർക്ക് മൂന്ന് പേർക്ക് മനസ്സിലായ കാര്യമാണ്. എങ്കിലും ഗംഗാധര അവരുടെ അടുത്ത് പറഞ്ഞു, വൈജ എന്ത് പറയുന്നോ, സങ്കടമാണെങ്കിലും പരാതിയാണെങ്കിലും ഈ ചെവിയിൽ നിങ്ങളത് കേൾക്കുക, അവളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുക. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് മറുവശത്ത് നമ്മുടെ ഒരു ഇത് കൊടുക്കുക എന്ന് വെച്ചാൽ ബാലേന്ദ്രനും അലീനയ്ക്കുമാണ് നമ്മൾ മാക്സിമം സപ്പോർട്ട് കൊടുക്കേണ്ടത്. വൈജ പറയുന്നത് കേട്ട് അവളോടൊപ്പം ഉണ്ട് എന്നൊരു അവസ്ഥ അവൾക്ക് കൊടുത്തോണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ബബിത, രോഹിത്ത് അവരെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് പല രീതിയിലുള്ള സ്വഭാവ രീതികളും കുട്ടികൾക്കാവും. കാരണം അച്ഛനും അമ്മയും രണ്ട് രീതിയിലാണ്. അപ്പോൾ ചീത്ത കൂട്ടുകെട്ടുകൾ, അല്ലെങ്കിൽ ലഹരി, അല്ലെങ്കിലും വല്ല പ്രേമം, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലും അപ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മുടെ ശിവശങ്കരൻ പറയുന്നുണ്ട്, ഞങ്ങൾ അടുത്ത ആഴ്ച പോവും ഗംഗേട്ട, അപ്പോൾ ഗംഗേട്ട ഇടയ്ക്ക് വന്ന് തിരക്കണം. അപ്പം പറയും, എനിക്ക് വരാണ്ടിരിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ, ഞാൻ എന്തായാലും ഒന്ന് പോയി വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ വരാം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഗംഗാധരൻ നേരെ അമ്മയുടെ അടുത്ത് ചെല്ലുകയാണ്. അങ്ങനെ അമ്മയുടെ അടുത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ ചോദിക്കുകയാണ്. അമ്മ ബാലേന്ദ്രൻ്റെ വീട്ടിൽ പോണതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പക്ഷേ മുത്തശ്ശിക്ക് എന്തോ ഒരു വേറൊന്നുമല്ല, ബാലേന്ദ്രന് ഇഷ്ടാവോ അല്ലെങ്കിൽ പിന്നെ അലീനെ ഇനിയിപ്പോൾ ആ രീതിയിൽ എങ്ങനെ അല്ലേ ആ ഫേസ് ചെയ്യും എന്നുള്ള ഒരു രീതിയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും വൈജ ഈ ഒരു കാര്യം അറിയരുത്, ബാലേന്ദ്രൻ്റെ മകളാണ് അലീന, അതങ്ങനെ തന്നെ പോട്ടെ എന്ന് പറയണം. പിന്നെ വൈജയന്തിയുടെ അടുത്ത് അവളുടേതായിട്ടുള്ള ഈഗോയൊക്കെ ഒന്ന് കുറച്ച് ആ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അമ്മയ്ക്ക് പറ്റുന്ന രീതിയിൽ അമ്മ പറയുക. ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ കയറിയിട്ട് അമ്മയെ പോകുന്നതെന്ന് പറഞ്ഞ് ഗംഗാധരൻ അമ്മയുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഒരു സ്നേഹചുംബനമൊക്കെ കൊടുത്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് മനുവിൻ്റെ കാറിലാണ് പോകുന്നത്. അപ്പോൾ ലഗേജൊക്കെ രാജീവും മനുവും എടുത്ത് ഡിക്കിയിലൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ വെച്ചിട്ട് നേരെ പോവാം കേട്ടോ. അങ്ങനെ നേരെ ബാലേന്ദ്രൻ്റെ അടുത്തും കൂടെ കയറി അലീനയും കണ്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അലീനയാണ് ഡോർ തുറക്കുന്നത്. അപ്പോൾ മനുവിനെ കാണുമ്പോൾ മനുവേട്ട കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്കിൾ കയറി വാ, അപ്പം അമ്മോളെ അച്ഛൻ ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛനുണ്ട്, അമ്മയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗംഗാധര അലീനയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ചോദിച്ച് കഴിഞ്ഞിട്ട് ഗംഗാധര നേരെ ബാലേന്ദ്രനെ കാണാനായിട്ട് പോകണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അലീനയും അതുപോലെ നമ്മുടെ കൃഷ്ണമോളും മനുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മനുവിനോട് ചോദിക്കുന്നുണ്ട്, ചായ ഇരിക്കും അല്ലേ എന്ന് പറയുന്നുണ്ട്. എന്ന് പറയാം. അങ്ങനെ അലീന ചായ ഇടാൻ പോവാണ്. അപ്പോൾ കൃഷ്ണമ്മക്ക് കുറച്ച് പഠിക്കാനുള്ളതുകൊണ്ട് കൃഷ്ണമ്മള് പോയി പഠിക്കാം കേട്ടോ. അപ്പോൾ അലീന ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പറ മനുവേട്ട എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. മനുവും അലീനയോടൊപ്പം കിച്ചണിൽ ചെന്ന് നിൽക്കാൻ കേട്ടോ. എന്ത് വിശേഷം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ അലീന മനുവിനോട് പറയണത്, കുറച്ച് ദിവസമായി മനുവേട്ടനെ കണ്ടിട്ട്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് എന്നെ കാണാഞ്ഞിട്ട് സങ്കടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്കൊരു ചെറിയ നാണമൊക്കെ വന്നു കേട്ടോ. മനു അങ്ങനത്തെ ഒരു രീതിയിലാണ് ചോദിക്കണത്. എന്നെ കാണാഞ്ഞിട്ട് നിനക്ക് വിഷമമുണ്ടോ, എന്നെ കാണാൻ തോന്നിയോ നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അലീന പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. കാരണം മനുവിന് തുടക്കം മുതൽ അലീന ഇഷ്ടമാണ് എന്നുള്ള കാര്യം അലീനയ്ക്കറിയാം. വൈജയുടെ മകളാണെന്ന
ഇഷ്ടമാണെന്ന് അറിയുന്നതിന് മുന്നേ തൊട്ടേ മനുവിന് അലീനയെ ഇഷ്ടമാണ്. അപ്പോൾ ആ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കൈ പിടിച്ചിട്ട് നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന അപ്പോൾ തന്നെ മറുപടി പറയുന്നുണ്ട്, ആ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരിങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്ന സമയത്ത് കൃഷ്ണമോൾ ഓടി വരണം, അലീനേച്ചി എന്ന് പറഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ, കാരണം പെട്ടെന്ന് കൈയൊക്കെ അവരുടെ അടുത്ത് മാറ്റാം. അങ്ങനെ അവരുടെ ആ ഒരു നോട്ടത്തിലൊക്കെ അവരുടെ ഒരു പ്രണയം അങ്ങനെ അവിടെ തുറന്ന് മനു ഇപ്പോൾ ചോദിക്കണു, അലീന പറയണു, അങ്ങനെയൊക്കെ ഉള്ളൊരിത് രണ്ടുപേരുടെ ഉള്ളിൽ അവരെ ആ ഇഷ്ടം ഉണ്ട് എന്നുള്ളതറിയാം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ബാലേന്ദ്രനെ കാണാനായിട്ട് ഗംഗാധരൻ മേളിൽ പോവാണ്. അങ്ങനെ ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ബാലേന്ദ്രന് വൈജയെക്കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനോടുകൂടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒരിക്കലും ഞാനായിട്ട് വൈജയുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറയില്ല, അവളെ ഞാൻ ഒന്നിനും അവളെ ഇതാക്കാൻ ഞാൻ പോയില്ല. പക്ഷെ അവളുടെ സ്വഭാവ രീതി വെച്ച് അവൾ എന്നെ പ്രലോഭിപ്പിക്കുക, കാരണം ആ രീതിയിലാണ് അവൾ പോണത്. അവൾ പല കാര്യങ്ങളും തീരുമാനിക്കുന്നുണ്ട്, ഇനി വീടെടുത്ത് മാറണം, കാരണം അങ്ങോട്ട് പോകാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പല ചിന്തകളും ചിന്തിച്ചൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എന്തായാലും അവളൊരിക്കലും നന്നാവാൻ പോണില്ല, നിങ്ങളുടെ പെങ്ങളല്ലേ, അവൾക്ക് എന്ത് മാറ്റം വരാനാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവളുടെ ഹോസ്പിറ്റൽ ചിലവും കാര്യങ്ങളും ഒക്കെ ഞാൻ വഹിച്ചോളാം, എനിക്കതിന് യാതൊരു ഇതില്ല. കാരണം ഇപ്പോഴും എനിക്ക് ഭർത്താവ് എന്നൊരു ലേബൽ തന്നെയാണല്ലോ എനിക്കുള്ളത്. നമ്മൾ തമ്മിൽ ഡൈവേഴ്സ് ആവുകയോ അങ്ങനെയൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളിലൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യുമെന്ന് ബാലേന്ദ്രൻ ഗംഗാധരനോട് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അവളോടുള്ള ദേഷ്യം ബാലേന്ദ്രനൊന്ന് കുറച്ചുകൂടെ, കാര്യം തെറ്റ് പറ്റിപ്പോയി, പക്ഷേ അവളും അറിഞ്ഞിട്ടില്ല ആ കുഞ്ഞ് ജീവനോടെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇതെല്ലാം മറച്ചു വെച്ച് ബാലേന്ദ്രനെ വിവാഹം കഴിക്കുന്നതിൽ നമ്മളും നിന്നു എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്, അതൊരു തെറ്റ് തന്നെയാണ്. പക്ഷേ അതൊന്ന് പുറത്തുകൂടെ ബാലേന്ദ്ര എന്നിങ്ങനെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഏത് രീതിയിലാണ് പൊറുക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് അവരെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു രീതിയാണ്. എന്ന് വെച്ചാൽ വൈജയോടുള്ള ദേഷ്യം മൊത്തം ഒരു തരം വെറുപ്പാണ് എന്നുള്ളതാണ്. ഒരിക്കലും ഇനി എൻ്റെ ജീവിതത്തിൽ അവൾക്കൊരു സ്ഥാനം ഉണ്ടാവില്ല, അവൾക്കിവിടെ താമസിക്കാം, എൻ്റെ 4 മക്കളുടെ അമ്മയാണ്, ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന സീന് ഗംഗാധരനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബാലേന്ദ്രനോട് വൈജയ്ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം താഴ്ന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശരി ഞാൻ ഇന്ന് പോവാണ്, അപ്പോൾ ഇവിടെ വന്ന് അലീനയും ബാലേന്ദ്രനെയൊക്കെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോവാം എന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഗംഗേട്ടാ എനിക്ക് നിങ്ങളോട് ദേഷ്യവും പകയും വിദ്വേഷവും ഒന്നുമില്ല, പക്ഷേ വൈജയുടെ സ്വഭാവ രീതി കാരണമാണ് എനിക്ക് വാശി കയറി വരുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ പെങ്ങൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നുള്ള കാര്യവും എനിക്കറിയാം. പക്ഷേ എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ഞാനായിട്ട് ഒരിക്കലും ഈ ഒരു സത്യം അവളോട് പറയില്ല. അവൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളുടെ ഭർത്താവ് എന്നുള്ള സ്ഥാനത്തിൽ ഇരിക്കത്തുമില്ല. അപ്പോൾ ഗംഗാധരനും പറഞ്ഞു, ഒരിക്കലും അവളും ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ ബാലേന്ദ്രൻ്റെ ഭാര്യയായിട്ടിരിക്കാൻ അവളും ആഗ്രഹിക്കില്ല, അതൊരു വിവാഹമോചനത്തിൽ എത്തുള്ളൂ എന്നുള്ളത് ഗംഗാധരനും പറഞ്ഞു. എന്നിട്ട് ഗംഗാധരൻ യാത്ര പറഞ്ഞ് പോവാട്ടോ. ആ സമയം ബാലേന്ദ്രൻ പറയും, അതെ നിങ്ങളുടെ പെങ്ങളുടെ മോൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന്. അപ്പോൾ ഗംഗാധരനും മനസ്സിലായി അത് തന്നെ ഒരു കുത്തുന്ന കണക്കുള്ളൊരു രീതിയിലാണ് ബാലേന്ദ്രൻ പറഞ്ഞത്. അപ്പം ഗംഗാധരൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ബാലേന്ദ്രൻ അങ്ങോട്ട് ഒരു ഫീലിംഗ് കിട്ടണം, മനസ്സിൽ നോവണം എന്ന് വെച്ചാൽ അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞായ അലീന എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് ബാലേന്ദ്രൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ബാലേന്ദ്രൻ ഇത്രയ്ക്കും വെറുപ്പും ദേഷ്യമാണോ നമ്മുടെ വൈജയോട്, എത്രയാണെങ്കിലും നിങ്ങളുടെ 3 മക്കളുടെ അമ്മയല്ലേ അവൾ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വലിയ മൈൻഡായിട്ടൊന്നും ബാലേന്ദ്രൻ കൊടുക്കുന്നില്ല. ഞാൻ ഗംഗേട്ടനെ കുത്താൻ പാകത്തിന് അല്ലെങ്കിൽ വൈരാഗ്യത്തോടെ പറഞ്ഞതൊന്നുമല്ല, അവൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ താഴോട്ട് വരുമ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം മനുവും അവരൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ
പോകുമ്പോൾ ഗംഗാധരൻ്റെ കൂടെ ബാലേന്ദ്രന് പോകുന്ന മനു അപ്പോൾ ഇറങ്ങുന്നില്ല കേട്ടോ. അങ്ങനെ ബാലേന്ദ്രനും ഗംഗാധരനും, കാരണം ബാലേന്ദ്രൻ എന്തോ ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് അത്യാവശ്യമുണ്ട്, കാരണം വൈദ്യയുടെ എന്തോ ഫണ്ട് എന്തോ അടയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും കൊടുത്ത് എല്ലാം ഗോവർദ്ധനൻ നോക്കി നടത്തുന്നുണ്ട്. പക്ഷേ എങ്കിലും ബാലേന്ദ്രന് എല്ലാ കാര്യങ്ങളും പോയി നോക്കി ഒരു കുറവും ഇല്ലാണ്ട് തന്നെയാണ് നോക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം അലീനയുടെ അടുത്തൊക്കെ യാത്ര പറയുന്നുണ്ട് ഗംഗാധരൻ. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നിനക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിച്ച് നിനക്ക് എന്ന് വെച്ചാൽ നീ എന്താഗ്രഹിച്ചാണോ എൻ്റെ അമ്മയെ കാണാൻ അറിയേണ്ട ആൾ അറിയാണ്ട് തന്നെയാണ് നീ ഇപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ എങ്കിലും നിൻ്റെ എല്ലാ കാര്യത്തിനും ഞങ്ങളെല്ലാവരും ഉണ്ടാവും നിനക്ക് സപ്പോർട്ടായിട്ട്. അതുകൊണ്ട് മോള് സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് ഇത് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ സമയത്തും ഗംഗാധരൻ ചിന്തിക്കുന്നുണ്ട്, അവൾക്ക് ഏത് പദവി കിട്ടിയിരുന്നാലും അലീനയ്ക്ക് ആ സ്ഥാനം മറന്നുള്ള ഒരു പെരുമാറ്റ രീതിയും അലീനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അലീന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഗംഗാധരനും ബാലേന്ദ്രനും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മനു കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ മനു കുറച്ച് നേരം അലീനയായിട്ടും നമ്മുടെ കൃഷ്ണമോളൊക്കെ ആയിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് ഗംഗാധരൻ കയറി നമ്മുടെ വൈജയെ കാണുകയാണ്. അപ്പോൾ വൈദ്യരുടെ അടുത്ത് അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് പോവാണ്, അപ്പോൾ നീ ഇനി ഡിസ്ചാർജായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് പോകണം. വാശിയും വൈരാഗ്യവും ഒന്നും ഇനി നീ കാണിക്കരുത്. നിന്നെ അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ വൈജ ഇങ്ങനെ തുറിച്ച് നോക്കുക കേട്ടോ. ഓഹോ, അവിടെയാണോ ഞാൻ പോയിടെന്നുള്ള വലിയ രീതിയിൽ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റേതായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിൻ്റെ വാശി വൈരാഗ്യമൊക്കെ മാറ്റണം. നിൻ്റെ മക്കളുടെ ഭാവിയെങ്കിലും നീ നോക്കി ഇനിയെങ്കിലും ഒരു രീതിയിൽ നീ ചിന്തിക്കുക. നീ വിളിക്കുമ്പോഴുള്ള ഈ എടുത്തുകാട്ട വഴക്കത്തിനൊന്നും ഇനി ഞങ്ങളെ മൂന്നുപേരെ നീ വിളിക്കരുത്. എന്തായാലും അലീന ബാലചന്ദ്രൻ്റെ മകളാണെന്നുള്ള സത്യം അംഗീകരിച്ച് കൊടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗംഗാധരൻ പറയാൻ കേട്ടോ. അപ്പോൾ ഓഹോ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ. അപ്പോൾ എനിക്കൊരാവശ്യം, എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളേതായി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ, പറഞ്ഞു വരുന്നതെന്ന് പറയുന്നത്. അങ്ങനെയല്ല, നിന്നോട് പറയാനുള്ളത് ഇനിയെങ്കിലും ഇതുപോലെയുള്ള എടുത്തുചാട്ടങ്ങളും സൗണ്ട് തൊണ്ടയ്ക്ക് എന്തോ ബുദ്ധിമുട്ടാട്ടോ, ചുമ മാറി എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ചില സമയം ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഗംഗാധരനെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം വൈജയോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഗംഗാധരന് മനസ്സിലായിട്ടുണ്ട് വൈജ എന്നും ഇതൊന്നും എന്താ 4-ലും 3-ലും ചേരുന്ന ഒരു ക്യാരക്ടറല്ല. അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ തീരുമാനിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ എന്നിട്ട് ഗംഗാധരൻ പറഞ്ഞു, നീ ഇപ്പോൾ നേരെ നമ്മുടെ തറവാട്ടിനാണ് പോകണമെങ്കിൽ അവിടെ നിന്നെ ആര് നോക്കുമെന്ന് പറഞ്ഞാൽ കമലേട്ടെത്തിയോ? നീ മര്യാദയ്ക്ക് അവിടെ പോവുകയാണെങ്കിൽ അവിടെ നിന്നെ നോക്കാൻ അലീനയുണ്ട്. ഇതും കൂടെ കേട്ടപ്പോൾ വൈജയ്ക്ക് അങ്ങോട്ട് ദേഷ്യച്ച് കയറുക കേട്ടോ. എന്നാലും ഗംഗാധരൻ കാര്യങ്ങൾ എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം താഴ്ന്ന് വൈജയോട് കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ആ സമയം ബാലേന്ദ്രൻ എന്തോ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് വരികയാണ്. ആ ടൈമിൽ ബാലേന്ദ്രനോട് ഗംഗാധരൻ പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അവളുടെ വാശിയും ഇതും നിനക്കറിയാമല്ലോ. അപ്പോൾ ഇനി എന്താ അവൾ തീരുമാനിക്കണമെന്ന് വെച്ചാൽ അവൾ എന്നെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ ബാലേന്ദ്രനോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും കടമകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ തമ്മിൽ ഇപ്പോൾ വിവാഹം വേർപെടുത്തിയിട്ടൊന്നുമില്ലല്ലോ, ഇപ്പോഴും അവൾ എൻ്റെ ഭാര്യയാണ്. പക്ഷെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അവൾക്ക് ഇനി പഴയ ഒരു സ്ഥാനം ഞാൻ കൊടുക്കില്ല എന്നും ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗംഗാധരൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ സമയം ബാലേന്ദ്രൻ വൈജയുടെ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നുണ്ട്. അടുത്ത എപ്പിസോഡ് ഏകദേശം ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ഇനിയിപ്പോൾ വൈജ ഏകദേശം 1-2 ആഴ്ച കൊണ്ട് തന്നെ ഡിസ്ചാർജായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വൈജ ഉള്ളിൽ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ബാലേന്ദ്രൻ്റെ വീട്ടിൽ വന്നാൽ താൻ തോറ്റു പോകുമോ, അലീനയുടെ ശുശ്രൂഷ സ്വീകരിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ആ ഒരു നാണക്കെടൽ, അല്ലെങ്കിൽ തോറ്റു പോകും എന്നുള്ളൊരു ഈഗോ വൈജയുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാവും കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക മറന്നു പോകരുത്. പുതുതായിട്ട് വരുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.